ആൻറ്റി കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ. ഓക്കെ. ഈ അനുഗ്രഹീതമായ പകൽക്കാലം പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എബനേസർ മലയാളം ഫെലോഷിപ്പ് എന്ന ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളോട് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ വചനവുമായിട്ടായിരിക്കാൻ സർവശക്തനായ ദൈവം നൽകിയ അവസരങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നതിനോടൊപ്പം മീറ്റിംഗിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസി പ്രിയ ഫേവാൻഡിക്കും പ്രിയപ്പെട്ട ദൈവസഭയുടെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദിയെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. നാം ജോയിൻ ചെയ്ത സമയം മുതൽ ഇതുവരെയും കർത്താവിന്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നുവല്ലോ. സ്തോത്രം. അനുഗ്രഹീതമായ ഗാനങ്ങൾ ആലപിച്ച് നമ്മെ ആത്മീയ ശുശ്രൂഷയിൽ നയിച്ച പ്രിയ സഹോദരിക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം സഹോദരി അനുഗ്രഹിക്കട്ടെ. വിവിധ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ കൂട്ടായ്മയ്ക്കായി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ബഹുമാനരായ ദൈവദാസിദാസന്മാർക്കും വേഗം യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ആമേൻ ഒരു പ്രാവശ്യം കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ. നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിലായിരിക്കുമ്പോൾ കർത്താവിന്റെ വചനത്തിനായി നമുക്ക് കാതോർക്കാം. പ്രിയ ആന്റി ഓർപ്പിച്ചതുപോലെ തന്നെ ആമേൻ സ്തോത്രം. നമ്മുടെ രാജ്യം വലിയൊരു ഭീഷണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളായി നാം അത് കേൾക്കുന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ പ്രഭാതത്തിൽ അത് സംഭവിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രതികൂലങ്ങളും യുദ്ധത്തിൻ്റെതായിട്ടുള്ള ചെറിയ തോതിലുള്ള സംഘർഷങ്ങൾ ഭരിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. നമുക്ക് വളരെ പ്രാർത്ഥിക്കാം. കർത്താവിനോട് നമുക്ക് യാചിക്കാം. കൃപയ്ക്കായി യാചിക്കാം. നമ്മുടെ രാജ്യത്തിന്മേൽ ദൈവത്തിന് കരുണയുണ്ടാകേണ്ടതിനായി നമുക്ക് യാചിക്കാം. ആമേൻ സ്തോത്രം. ഭാരമേറിയ അനുഭവങ്ങളൊന്നും ഉണ്ടാകാതെ ദൈവം നമ്മുടെ രാജ്യങ്ങളെ സംരക്ഷിക്കുവാൻ അധികാരികളോട് കർത്താവ് സംസാരിക്കേണ്ടതിനായൊക്കെ നമുക്ക് പിന്നെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു. ആമേൻ സ്തോത്രം. 81 സങ്കീർത്തനത്തിന്റെ 7 വാക്യത്തിന്റെ ഒരു സെന്റൻസിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ വാക്യത്തിന്റെ ഒരു ഭാഗം ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്കായിട്ട് വായിക്കുവാൻ ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുന്നു. 81 സങ്കീർത്തനം 7 വാക്യത്തിന്റെ ആദ്യ ഭാഗങ്ങളിലെ ഒരു വാക്യം. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു, ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി. പ്രൈസ് ദി ലോർഡ്. 81 സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. എല്ലാ സങ്കീർത്തനങ്ങളും നമുക്ക് അത്ര സുപരിചിതമല്ലെങ്കിലും മിക്കവാറുമുള്ള സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ്. സങ്കീർത്തന പ്രബോധനമല്ല കേട്ടോ. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് അതിൽ നിന്നും നൽകിയ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുന്നത്. 81 സങ്കീർത്തനത്തെ പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ ആസാഫിന്റെ ഒരു സങ്കീർത്തനമായിട്ട് നമുക്ക് ആ സങ്കീർത്തനത്തെ കാണാം. ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്നും പോരുന്ന വഴിക്ക് അല്ലെങ്കിൽ അവരെ ദൈവം അവിടെ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളും എന്നാൽ അവർ ദൈവത്തെ അനുസരിക്കാതെ വന്നതുകൊണ്ട് അവർക്കുണ്ടായ കഷ്ടതകളും അവർക്കുണ്ടായ ഭാരങ്ങളുടെയൊക്കെ ഒരു ലഘു വിവരണം ചുരുങ്ങിയ വാക്കുകളിൽ അല്ലെങ്കിൽ ഏകദേശം 16 അല്ലെങ്കിൽ 14, 15 വാക്യങ്ങളിൽ മാത്രം ഇസ്രായേൽ ജനത്തിന്റെ മിസ്രൈമിലുള്ള യാത്രയും അവരുടെ സംക്ഷിപ്ത രൂപവും നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ വഴി ജനം അനുസരിക്കാഞ്ഞതുകൊണ്ട്, ദൈവത്തിന്റെ വാക്ക് ജനം അനുസരിക്കാഞ്ഞതുകൊണ്ട് അവർക്കുണ്ടായ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ ചെറുതായി കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും 7 വാക്യത്തിന്റെ 3-ാമത്തെ ഭാഗം, അതായത് 3-ാമത്തെ ആ സെന്റൻസ്, ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ദൈവത്തിന്റെ കൃപയിൽ ഞാൻ ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത്. അവിടെ 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇസ്രായേൽ ജനം പുറപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ നാം 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് ഇങ്ങനെയാ പറയുന്നത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിവിചാരകന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളിയും ഞാൻ കേട്ടിരിക്കുന്നു. ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. അവരെ വിടുവിക്കുവാൻ, അവരെ സഹായിക്കുവാൻ, അവരെ രക്ഷിക്കുവാൻ ഞാൻ വരുന്നു എന്ന് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതേ ആ വാക്യം തന്നെ ഇവിടെ ആവർത്തിച്ചിരിക്കുകയാണ്. ജനം കഷ്ടതയുടെ സമയത്ത് എന്ത് ചെയ്യുന്നു? ദൈവത്തോട് നിലവിളിച്ചു. ദൈവം എന്ത് ചെയ്തു? അവരെ വിടുവിച്ചു. അതിനുശേഷം എഴുതിയിരിക്കുകയാണ്, ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മെരീബ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. അത് നമുക്കറിയാം. അവരുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധി, അവർ ദൈവത്തോട് പിറുപിറുത്തു. കർത്താവ് അവരെ ടെസ്റ്റ് ചെയ്തതായിരുന്നു, പക്ഷെ അവർക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ കാര്യത്തിന് മുൻപായി ദൈവം പറയുകയാണ്, ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരമരുളി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇസ്രായേൽ ജനവുമായി ബന്ധപ്പെട്ടുള്ള വചനമാണ് അവിടെ എഴുതിയിരിക്കുന്നത് എങ്കിലും ആ പ്രത്യേക പദപ്രയോഗത്തിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് നൽകിയ 1-2 ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇടിമുഴക്കത്തിന്റെ മറവിൽ, ഇടിമുഴക്കം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ്. അതിനെ നിർത്തൽ ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല.
പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ നിന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഇടി മിന്നലേറ്റ് അനേകർ മരിച്ചു അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങി എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആപത്കരമായിട്ടുള്ള ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ് ഇടിമിന്നൽ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പേർക്കും ഇടിമുഴക്കമൊക്കെയും ഭയമുളവാക്കുന്ന ഒരു അനുഭവമാണ്. എന്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞാൽ ചെറുപ്പകാലങ്ങളിലൊക്കെ എനിക്ക് വളരെ ഭീതിയായിരുന്നു ഇടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ. ഞാൻ എവിടെയെങ്കിലും മാതാപിതാക്കളുടെ അടുത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളി സങ്കേതം പോലെ മേശയുടെ കീഴിലോ അല്ലെങ്കിൽ അലമാരിയുടെ സൈഡിലൊക്കെ ഞാൻ ഒളിച്ചിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് പരിശുദ്ധാത്മാവിനെയൊക്കെ പ്രാപിച്ച് ദൈവവചനം പഠിക്കുവാനായിട്ട് ഞാൻ സെമിനാരിയിൽ പോയ ശേഷമാണ് എന്റെ ജീവിതത്തിൽ നിന്നും ആ ഒരു ഭീതി മാറുവാൻ ഇടയായി തീർന്നത്. എന്റെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ചെറിയ രീതിയിൽ അത് കേൾക്കുമ്പോൾ ഭയം തോന്നാറുണ്ട്. അപ്പോൾ നമുക്കൊക്കെ സ്വാഭാവികമായിട്ടും അവൻ ഭീതി ഉളവാക്കുന്ന ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ് ഇടിമിന്നൽ അല്ലെങ്കിൽ ഇടിമുഴക്കം എന്ന് പറയുന്നത്. പക്ഷെ അത് എന്തിന്റെയൊക്കെയോ സൂചനയാണ്. എന്താണ് ആ ഇടിമുഴക്കം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയോ മഴ പെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആസന്ന മണിക്കൂറുകളിൽ നമുക്ക് എന്ത് ലഭിക്കും, മഴ ലഭിക്കുവാൻ ഇടയായി തീരുമെന്നുള്ള ആ സൂചനയും ആ പ്രകൃതിയുടെ പ്രതിഭാസം നമുക്ക് നൽകി തരുന്നുണ്ട്. പലവിധ സൂചനകൾ നമുക്ക് നൽകി തരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്നും നമുക്ക് ഉത്തരമരുളുന്ന ദൈവം. സ്തോത്രം. സാഹചര്യം ഭയാനകമായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രതിഭാസം നമ്മെ ഭീതിപ്പെടുത്തുന്നതായിരിക്കുമ്പോൾ നാം കടന്നു പോകുന്ന അനുഭവം നമ്മയ്ക്ക് പ്രതികൂലത്തിൻ്റെതായിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ ആപത്കരമായിട്ടുള്ള ഒരു സൂചന നൽകുന്ന പ്രതികൂലത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ എന്താണ് ആ വചനം പറയുന്നത്? അതിന്റെ മറവിൽ ദൈവം നമുക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ ആമേൻ സ്തോത്രം, ഇടിമുഴക്കത്തിന്റെ അതിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള അതിനേക്കാൾ അല്ലെങ്കിൽ അതേപോലെ തീവ്രമായിട്ടുള്ള അതുപോലെ ഭയാനകമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള സങ്കീർണമായ സാഹചര്യങ്ങളിൽ കൂടി ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നാം ഭയവിഹുലരായി തീരണമെന്നല്ല ദൈവവചനം നമ്മളോട് പറയുന്നത്. പ്രത്യുത അതിന്റെ നടുവിൽ അതിന്റെ മറവിൽ ആ പ്രതികൂലത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ആ പ്രതികൂലം നമ്മെ ആമേൻ സ്തോത്രം മുക്കിക്കളയുമോ എന്ന് നാം ചിന്തിക്കുമ്പോൾ അതിന്റെ മറവിലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അതാണ് ശ്രേഷ്ഠകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ എന്തായാലും പ്രിയപ്പെട്ടവരെ ചെയ്യുന്നത്, സ്വാഭാവികമായിട്ട് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന പ്രവാചകനെയോ പ്രവാചിക്കുകയോ നമ്മൾ ഫോൺ വിളിക്കും. അത് തെറ്റാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ ദയവായി എന്റെ വാക്കുകളെ തെറ്റിദ്ധരിക്കരുത്. അതൊരിക്കലും തെറ്റല്ല. പക്ഷെ നമ്മളുടെ ആശ്രയം കൂടുതലും എന്ത് ചെയ്യും, അവരിലായി പോകുവാനിടയിൽ അവരോട് പറയും, സിസ്റ്ററെ അല്ലെങ്കിൽ പാസ്റ്ററെ എനിക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, അതിന്മേലുള്ള ദൈവത്തിന്റെ ആലോചന എന്താണെന്നുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, അവരോട് ആമേൻ സംസാരിക്കുന്ന ദൈവം എന്തുകൊണ്ട് എന്നോടും നിങ്ങളോടും സംസാരിച്ചുകൂടാ? ആ ദൈവമാതപിടത്തിൽ എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇരുന്നുകൂടാ? അവർ ദൈവത്തോടെ ആലോചന ചോദിക്കുമ്പോൾ ആമേൻ മൈലുകൾക്ക് ഇപ്പുറത്ത്, കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് നമ്മുടെ പ്രാർത്ഥന മുറിയിൽ നാം പ്രാർത്ഥിക്കുന്ന നമ്മുടെ ആമേൻ സ്തോത്രം പ്രാർത്ഥന പായിൽ നിന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം നമ്മളോട് സംസാരിക്കത്തില്ല? പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും സംസാരിക്കും. പക്ഷെ നാം അതിനു വേണ്ടി വില്ലിങ് ആവാറില്ലാത്തത് കൊണ്ട് മാത്രം, നാം അത് മറ്റുള്ളവരെ ഫലമേൽപ്പിക്കുന്നത് കൊണ്ട് മാത്രം കർത്താവ് നമ്മളോട് സംസാരിക്കാറില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആമേൻ ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്കുത്തരമരുളുന്ന വചനത്തിൽ വായിക്കുന്നത്. ആമേൻ സ്തോത്രം. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ച് അവിടെ പറയുന്നത്. ഇസ്രായേൽ ജനത്തെ കുറിച്ചാണെങ്കിലും അത് പറഞ്ഞു വരുമ്പോൾ അത് ഏകവചനമായി മാറ്റപ്പെടുന്ന അനുഭവമാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ മുഴുവൻ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ പ്രാരംഭമായി ഞാൻ പറയട്ടെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പ്രതിസന്ധിയുടെ വേളകളിൽ ആമേൻ ശോധനയുടെ ആഴങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് മുട്ടുമടക്കി ഞാൻ നിങ്ങളും ഇരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമുക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമാണ്. സ്തോത്രം. ആമേൻ. നാം ആ പ്രാർത്ഥന ആവശ്യപ്പെട്ട ദൈവദാസനിൽ കൂടിയോ പ്രാർത്ഥന ആവശ്യപ്പെട്ട ദൈവദാസിയിൽ കൂടിയോ നമുക്ക് മറുപടി ലഭിക്കുവാൻ നാം കാത്തിരിക്കുമ്പോൾ എന്തുകൊണ്ട് അല്പമിനിറ്റുകൾ കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്ക് കാത്തിരുന്നുകൂടാ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവം നമുക്ക് ഉത്തരമരുളുന്ന ദൈവമാ. എങ്ങനെ ഉത്തരമരുളും? ശോധനയുടെ ആഴങ്ങളിൽ, ഇടിമുഴക്കത്തിന്റെ മറവിൽ എന്ന് പറഞ്ഞാൽ പ്രതികൂലങ്ങളുടെ ആഴങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഉത്തരമരുളുന്ന ദൈവമാ. സ്തോത്രം. തിരുവചനത്തിൽ നാം നോക്കുമ്പോൾ അനേക ഭക്തന്മാരുടെയും അനേക ദൈവദാസിമാരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉത്തരം ലഭിച്ച അനേക സന്ദർഭങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഓരോ സംഭവങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി വേഗത്തിൽ ദൈവദാസി എന്നോട് പറയുന്ന സമയത്തിനകത്ത് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വളരെ സുപരിചിതമായ വേദഭാഗമാണ് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. ആമേൻ സ്തോത്രം. അതിന്റെ 15-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാം വാക്യം. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. ഹല്ലേലൂയ.
ഇതേ സന്ദർഭം തന്നെയാണ്, ഈ പശ്ചാത്തലം തന്നെയാണ് ഈ സങ്കീർത്തനത്തിന്റെയും. നമുക്ക് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. ഇസ്രായേൽ ഇസ്രായേലിൽ പോരുമ്പോൾ അവരെന്ത് ചെയ്യുകയാണ്? വലിയൊരു പ്രതിസന്ധി. ആമേൻ. പോകുവാൻ അവർക്ക് സന്തോഷമായിരുന്നു, ഉത്സാഹത്തോടുകൂടി അവർ മിസ്രൈമ്യരോട് ആഭരണങ്ങളും സാധന സാമഗ്രികളൊക്കെ മേടിച്ചു. ആമേൻ. നാം 13-ാം അധ്യായത്തിന്റെ സ്തോത്രം അതിന്റെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? യുദ്ധസന്നദ്ധരായി. 18-ാം വാക്യം, 13-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. എന്തും ഏതും നേരിടുവാൻ തയ്യാറായി ഈ ജനം എന്ത് ചെയ്യുക? മിസ്രൈമിൽ നിന്ന് പുറപ്പെടുക. പക്ഷേ ഈ 14-ാം വാക്യത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ തിരിഞ്ഞ മിഗ്ദോലിനും കടലിനും മധ്യേ ബാൽസെഫോന് സമീപത്തുള്ള പീഹഹിരോത്തിനരികെ പാളയം ഇറങ്ങണമെന്ന് ഇസ്രായേൽ മക്കളോട് പറയുക. അതിന്റെ സമീപത്ത് സമുദ്രത്തിനരികെ നിങ്ങൾ പാളയം ഇറങ്ങണം. അപ്പോൾ ഇസ്രായേൽ ജനം സമുദ്രത്തിനരികെ പാളയം ഇറങ്ങിയിരിക്കുക. മുൻപോട്ട് പോകണമെങ്കിൽ ഈ സമുദ്രം ഇവരുടെ മുമ്പിൽ വിഭാഗിക്കപ്പെടണം. ഹല്ലേലൂയ. പിറകോട്ട് പോകുവാൻ കഴിയത്തില്ല. സ്തോത്രം. നോക്കുമ്പോൾ നാം എന്തുവാ കാണുവാൻ കഴിയുന്നത്? ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ 10-ാം വാക്യം കണ്ടു. 14-ാം അധ്യായം 10-ാം വാക്യം. ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമിൽ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. മുൻപിൽ എന്താണ് പ്രിയപ്പെട്ടവരെ? ഹല്ലേലൂയ. മുൻപിൽ സമുദ്രം. നാം വായിച്ചു 14-ാം അധ്യായം 2-ാം വാക്യം. 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ വായിക്കുന്നത് പിറകിൽ എന്താണ്? അവരെവിടെ നിന്നാണോ രക്ഷപ്പെട്ടു പോരുന്നത്, അവരാരിൽ നിന്നാണോ സ്തോത്രം രക്ഷ തേടി പോകുന്നത്, അവർ പിന്നെയും ഇവരെ ആക്രമിക്കുവാൻ, ഇവരെ കൊള്ളയിടുവാൻ, ഇവരെ തിരിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി ഇവരുടെ പുറകെ വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം ചരിത്രം പഠിക്കുമ്പോൾ ഇതിന്റെ 2 സൈഡിലും ചെങ്കുത്തായിട്ടുള്ള മലനിരകളാണ്. ഇവർ പാളയമിറങ്ങിയിരിക്കുന്ന ഈ സമുദ്ര തീരത്ത് ചെങ്കുത്തായിട്ടുള്ള മലനിരകളാൽ നിറയപ്പെട്ട സമയം. അപ്പോൾ വശങ്ങളിലേക്കും ഇവർക്ക് ഓടുവാൻ കഴിയത്തില്ല. ജനം വല്ലാത്തൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: പിന്നെ അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടി. ചുമ്മാതാണോ ഇവർ പുറകെ വരുന്നത്? ചുമ്മാ ഇങ്ങനെ എന്നാ പോയേക്കാന്ന് വെച്ച് എല്ലാരും കൂടെ ഇങ്ങി പോരുവല്ല. പിന്നെന്താ? വിശേഷപ്പെട്ടതിനെയും കൊണ്ടാ ഫറവോൻ വരുന്നത്. കാരണം എന്താ? രഥം കെട്ടിച്ച പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രൈമിലെ സകല രഥങ്ങളെയും. നോക്കുക പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ ശത്രു പുറകെ വരുന്നത് വെറുതെ അല്ല. ഈ ശത്രു പുറകെ വരുന്നത് ചുമ്മാതല്ല. അവൻ വിശേഷപ്പെട്ടതുമായി ആക്രമിച്ച് കീഴടക്കുവാൻ വേണ്ടി അവൻ പുറകെ വരുമ്പോൾ ഇസ്രായേൽ ജനം എന്ത് ചെയ്യുകയാണ്? ഏറ്റവും ഭയപ്പെടുന്ന ഒരു അവസ്ഥ. അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവരങ്ങ് പിറുവിറുക്കുകയാ. ദൈവത്തോട് എന്തെല്ലാം ചോദ്യങ്ങളാ ചോദിക്കുന്നത്. നാമും ഇതുപോലല്ലേ പ്രിയപ്പെട്ടവരെ? പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ഭാരങ്ങൾ കടന്നു വരുമ്പോൾ, നാം വിചാരിക്കാത്ത ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും ദൈവത്തോട് പിറുവിറുക്കാറില്ലേ? ഞാനും നിങ്ങളും ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ? ഞാനും നിങ്ങളും ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടാറില്ലേ പ്രിയപ്പെട്ടവരെ? ഇസ്രായേൽ ജനം ഇത് തന്നെയാണ് ചെയ്തത്. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 13-ാം വാക്യത്തിൽ മോശ ജനത്തോട് പറഞ്ഞു: നിങ്ങൾ എന്ത് ചെയ്യണം? ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ 15-ാം വാക്യം വായിക്കുമ്പോൾ യഹോവ മോശയോട് പറയുക: നീ എന്നോട് നിലവിളിക്കുന്നത് എന്താ? നാം ഈ വായിച്ച വാക്യങ്ങളിൽ എങ്ങും മോശ ദൈവത്തോട് നിലവിളിച്ചു എന്ന് എഴുതിയിട്ടില്ല. ഇസ്രായേൽ മക്കൾ പരാതിയും പിറുവിറുപ്പുമായി മോശയെ എടുത്തു വന്നപ്പോൾ മോശ ഇവർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടി നൽകി. നിങ്ങൾ ഉറച്ചു നിൽക്കണം, നിങ്ങൾ ഭയപ്പെടരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മോശ എന്ത് ചെയ്യുകയാണ്? ജനം അറിയാതെ ആ വിഷയവുമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ ദൈവം മോശയോട് പറയുക: മോശയെ, നീ എന്തിനാ നിലവിളിക്കുന്നത്? നീ ജനത്തോട് ഉറപ്പിന്റെ വാക്കുകൾ പറഞ്ഞില്ലേ? ജനത്തെ ബലപ്പെടുത്തുന്ന വാക്കുകൾ നീ പറഞ്ഞില്ലേ? ജനത്തിന് ധൈര്യം പറയുന്ന വാക്കുകൾ നീ പറഞ്ഞില്ലേ? പക്ഷേ നീ എന്തിന്റെ പ്രതിസന്ധിയിൽ എന്നോട് നിലവിളിക്കുന്നു? ഇന്ന് മകൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ നിങ്ങൾ പലപ്പോഴും പലരുടെ പ്രതിസന്ധിയിൽ നാം അവരെ ഉറപ്പിക്കാറുണ്ട്, നാം അവർക്ക് ബലം പകരാറുണ്ട്, നാം അവർക്ക് ധൈര്യത്തിന് വാക്കുകൾ പറയാറുണ്ട്. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ ചില അവസ്ഥകൾ കടന്നു വരുമ്പോൾ മോശ നിലവിളിച്ചതുപോലെ ദൈവത്തോട് നാം നിലവിളിക്കുന്നില്ലേ? ഇന്ന് മകൾക്കാല പരിശുദ്ധാത്മാവ് പറയുന്നു: നീ എന്തിനാ നിലവിളിക്കുന്നത്? നിനക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണോ നീ ആയിരിക്കുന്നത്? പക്ഷെ വചനം എന്താ പറയുന്നത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഈ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് ഇന്ന് മകൾ വളരെ ശക്തമായി പറയുന്നു: ആ മുൻപോട്ട് പോകുവാൻ തടസ്സമായി ഇന്ന് മുൻപിൽ പലതും കണ്ടേക്കാം. പിറകോട്ട് പോകുവാൻ നിനക്ക് കഴിവില്ലാതിരിക്കാം. വളരെ സങ്കീർണമായ സാഹചര്യത്തിന് നടുവിൽ നീ ആയിരിക്കുമ്പോൾ ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ പരിശുദ്ധാത്മാവ് പറയുന്നു: മുൻപോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് കൂടി നിന്നെ ധൈര്യപ്പെടുത്തുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക.
എന്തൊരു വിരോധാഭാസമല്ലേ മുൻപോട്ട് പോവുക. എങ്ങനെ മുൻപോട്ട് പോകുന്നേ? സമുദ്രമാ, വഴിയുണ്ടോ? ഹല്ലേലൂയ, വഴിയില്ല. ഇനി സമുദ്രത്തിനകത്ത് വഴി തുറന്നാലോ പോകാൻ പറ്റുമോ? അതും പറ്റത്തില്ല. ഹല്ലേലൂയ, എന്തൊരു സങ്കീർണമായ സാഹചര്യത്തിൽ ദൈവം വിരോധാഭാസം പോലെയുള്ള ഒരു മറുപടി മോശയോട് പറയുക, മുൻപോട്ട് പോകാൻ. പരിശുദ്ധന്മാരോടൊക്കെയോ ദൂത് പറയുന്നു. ആമേൻ പുറകോട്ട് നോക്കുമ്പോൾ ആമേൻ ഒരിക്കലും എട്ടിപ്പെടാത്ത രീതിയിൽ, ഒരിക്കലും ഹല്ലേലൂയ തിരിഞ്ഞു നോക്കുവാൻ പോലും ഭയം തോന്നത്തക്ക രീതിയിലുള്ള ശത്രുവിന്റെ ആയുധങ്ങളും ശത്രുവിന്റെ തന്ത്രങ്ങളും കണ്ട് ഭയത്തോടെ മുൻപോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്നിടത്ത് സ്റ്റക്കായി നിൽക്കുന്ന ചില ജീവിതങ്ങൾ ഇന്ന് പകൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ട്. പരിശുദ്ധ ഒരു ദൂതായി പറയുന്നു, പിറകോട്ട് നീ നോക്കണ്ട, മുൻപിലോട്ട് നീ നോക്കണ്ട. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ സന്നിധി നിലവിളിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ മുൻപോട്ട് പോകുവാനുള്ള ചില വഴികൾ, മുൻപോട്ട് പോകുവാനുള്ള ചില പാതകൾ, ആഴിയിൽ പാതി ഒരുക്കുന്നവനായ ദൈവത്തിന്റെ അത്ഭുതകരമായ ചില വിടുതലുകളും വഴികളും പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങൾക്ക് വേണ്ടി ഒരുക്കി മാറ്റി വന്ന് വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് ദൂതായിട്ട് ഇടപെടുകയാണ്. പ്രിയമാന ശന്തലാരകൾ കമന ഘടകതല അസ്തപ്രമന ഘടക ശത്രുരീകൾ കമന ഉടരാജകൾ കമന ഘടക സ്യാന്തല. മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ ജനത്തോട് പറക. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ ദൈവത്തിന്റെ പ്രവൃത്തി ഞാനും നിങ്ങളെ ചിന്തിക്കുന്നത് കൂട്ടല്ല കേട്ടു. എന്റെയും നിങ്ങളുടെ ബുദ്ധിക്കൊത്തതല്ല, എന്റെയും നിങ്ങളുടെ വിചാരങ്ങൾക്കൊത്തതല്ല. ആമൻ വഴിയില്ല എന്ന് നാം കാണുമ്പോൾ, വഴി അടഞ്ഞു എന്ന് നാം കാണുമ്പോൾ, ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, മുൻപോട്ട് പോകുക. നിനക്ക് വേണ്ടി ചില പ്രവൃത്തികൾ ആ മുൻപിലുള്ള പാതയിൽ, മുൻപിലുള്ള സമുദ്രത്തിൽ, മുൻപിലുള്ള ആമേൻ ഇടിമുഴക്കം പോലെയുള്ള സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി തുറക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഈ മകൾ ദൂരെ വിളിച്ചു പറയുക. സ്തോത്രം. എന്താ പറയുന്നത്? വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഇസ്രായേൽ മക്കൾ കടലിന് നടുവേ ഉണങ്ങി നിരത്തൂടി കടന്നു പോകും. ഹല്ലേലൂയ. മോശയ്ക്കല്ലേ ഈ റെസ്പോൺസിബിലിറ്റി മൊത്തം? കാരണം 6 ലക്ഷം പുരുഷന്മാര്, അതുകൂടാതെ സ്ത്രീകള്, കുട്ടികള്, ആമേൻ വലിയൊരു കൂട്ടത്തെ എങ്ങനെ നയിക്കുമെന്നറിയാൻ കഴിയാതെ ആ ചെങ്കടലിന്റെ കരയിൽ മോശ ദൈവത്തോട് നിലവിളിക്കുകയാ. പ്രിയപ്പെട്ടവരെ, ആമേൻ ഇത് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ജീവിതത്തിലെ പലവിധമായ സങ്കീർണമായ സാഹചര്യങ്ങളിലും ഞാനും നിങ്ങളും ഇതുപോലെ ദൈവത്തോട് നിലവിളിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. ദൈവത്തോട് നിലവിളിക്കുമ്പോൾ നിശ്ചയമായി അവൻ ഉത്തരമരുളുന്ന ദൈവമാ. പ്രിയമാന ശത്രുരാ ജഗൽക്കമന ഘടകസ്യാന്തല. മിസ്രയീമിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം മോശയെ ഉപയോഗിച്ചെങ്കിൽ, ദൈവം മോശയെ അതിന് നേതാവായി ആമേൻ തിരഞ്ഞെടുത്തു എങ്കിൽ, ആ ജനത്തെ നയിക്കുവാൻ അതിന് ചെങ്കടലായിക്കൊള്ളട്ടെ, ഫറവോന്റെ സൈന്യമായിക്കൊള്ളട്ടെ, അതിന് ആമേൻ മിസ്പയായിക്കൊള്ളട്ടെ, അതിന് യോർദാനായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, മുൻപോട്ട് ജനത്തെ നയിക്കുവാൻ സങ്കീർണമായ സാഹചര്യം വരുമ്പോൾ ഇതാ ദൈവപുരുഷൻ ദൈവത്തോടെ നിലവിളിക്കുകയാണ്. പരിശുദ്ധാത്മാവാരൊക്കെയോ പറയുന്നു, ദൈവസ്ഥലത്തിലിരിക്കുന്ന സമയങ്ങളുടെ അവൻ ദൈർഘ്യം വർദ്ധിപ്പിക്കാമോ? പ്രതിസന്ധിയുടെ വേളകളിൽ, കഷ്ടത്തിന്റെ വേളകളിൽ, ഭാരത്തിന്റെ വേളകളിൽ ദൈവം അന്വേഷിക്കുന്ന സമയം വർദ്ധിപ്പിക്കാമോ? ദൈവം ചിലത് വേണ്ടി അവൻ ചിലത് നിനക്ക് വേണ്ടി ചെയ്യുവാനിടയായി തീരും. ആരും കാണാത്ത ചിലത്, പ്രിയമാന ശതല അരകന അധികര, ആർക്കും വേണ്ടി തുറക്കാത്ത ചിലത്, ആർക്കും വേണ്ടി പ്രവർത്തിക്കാത്ത ചിലത് എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും തുറക്കുവാൻ ദൈവം ശക്തനാണെന്ന് ഈ വചനം പറയുമ്പോൾ എത്ര ദൈവമക്കൾ വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കുവാൻ ഇടയായി തീരും. എത്ര ദൈവമക്കൾ ആ വചനത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ട്. വചനം ചില ഇടങ്ങളിലേക്ക് ആമേൻ ചില വ്യക്തികളുടെ ചില ഭാരമേറെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ദൈവത്തിന് വഴിയായി, ദൈവത്തിന്റെ വാതിലായി, ദൈവത്തിന്റെ പ്രവൃത്തിയായി ഈ സമയം വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ശ്രീമാന ശതര ജഗനാദികൾക്ക് സന്തല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വചനത്തിന്റെ ശക്തി നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാക്കട്ടു. ആമേൻ. വചനത്തിന്റെ ശക്തി നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവജനത്തോട് മോശ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇന്നൊരു രക്ഷ ചെയ്യും. ഇതുപോലെ എത്ര ദൈവജനം വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. എനിക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യും, എനിക്ക് വേണ്ടി ദൈവം ചിലത് പ്രവർത്തിക്കും. ഹല്ലേലൂയ. തുടർന്നുള്ള വാക്യങ്ങൾ നാം താഴേക്ക് വായിക്കുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതകരമായ വഴിയാ നമുക്കൊക്കെ വളരെ സുപരിചിതമായ വേദഭാഗമായതുകൊണ്ട് ഒരു കൂടുതൽ വിശദീകരണത്തിലേക്ക് ഞാൻ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ദൈവിക ആലോചനകൾ മാത്രം പറഞ്ഞ് മുൻപോട്ട് പോകുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
ജനത്തിന്റെ മുൻപിൽ സമുദ്രത്തിനകത്ത് വഴി തുറക്കപ്പെട്ടു. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണമേ, എത്രയോ വർഷങ്ങളായിട്ട് സമുദ്രം ഇങ്ങനെ കിടക്കുകയും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മഴ പെയ്താൽ തന്നെ നമുക്ക് പിന്നെ 3-ാം ദിവസം ആ വഴിയിൽ കൂടെ പോകാൻ ബുദ്ധിമുട്ടാ. നമ്മുടെ കാലിലൊക്കെ ചെളി പറ്റി നാം ആകെ അസ്വസ്ഥരായി തീരുവാനിടയായി തീരും. എന്നാൽ വർഷങ്ങളായി സമുദ്രമായി കിടന്ന അനുഭവത്തിൽ ഒരു രാത്രി കൊണ്ട് ദൈവം അതിനെ ഉണങ്ങിയ നിലമായി പിൻവാങ്ങിച്ചെന്ന വചനത്തിൽ വായിക്കുന്നത് നോക്കണമേ. മുൻപോട്ട് പോകുവാൻ ദൈവം പറഞ്ഞെങ്കിൽ അതിന്റെ പിൻപിലുള്ള അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന സകല കാര്യങ്ങളുടെ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുമെന്ന് ഇതുമകൾ നാം വിശ്വസിക്കണം. ശാരവന ഹസ്തനാദികൾക്കമന അതെങ്ങനെ നടക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നല്ലേ. ഹല്ലേലൂയ. ഈ മുന്നോട്ട് പോകാൻ പറഞ്ഞ സമുദ്രം എങ്ങനെ പോകും? പക്ഷേ അതിനകത്ത് ഉണങ്ങിയ വഴി തുറക്കുവാൻ തുറക്കുക മാത്രമാണ് പ്രിയപ്പെട്ടവരെ അവിടെ സംഭവിച്ചത്. ഈ ജനം മുഴുവൻ അക്കരെ കടന്നു. അത് മാത്രമാണോ സംഭവിച്ചതല്ല. നാം അതിന്റെ ഹല്ലേലൂയ 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രൈമ സൈന്യത്തെ നോക്കി മിസ്രൈമ സൈന്യത്തെ താറുമാറാക്കി. അവരുടെ രഥചക്രങ്ങളുടെ ഓട്ടം രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് എന്താ മിസ്രൈമിൽ പറഞ്ഞത്? നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോക. യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. ജീസസ്. ഹല്ലേലൂയ. നോക്കണം പ്രിയപ്പെട്ടവരെ, നമ്മളെ വായിച്ചല്ലോ 10-ാം വാക്യത്തിൽ, അതിന്റെ 7-ാം വാക്യത്തിൽ വായിച്ചു. വിശേഷപ്പെട്ട രഥചക്രങ്ങളുമായിട്ട് സ്തോത്രം പറവോൻ ഇവരെ പിന്തുടരാൻ വന്നത്. ഇന്നിപ്പോ ഞാൻ അതിനകത്തൊരു ദൂത് പറയാം. ശത്രു എത്ര വിശേഷപ്പെട്ടതെന്ന് കരുതുന്നത് ദൈവജനത്തിനു വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പദ്ധതിയും ആസൂത്രണവും ചെയ്താലും ശത്രു അവന്റെ വിശേഷപ്പെട്ട ആയുധങ്ങളുമായി, അവന്റെ വിശേഷപ്പെട്ട തന്ത്രങ്ങളുമായി ഇതുവരെയും പ്രയോഗിക്കാത്ത ആയുധങ്ങളുമായി കടന്നു വന്നാലും ദൈവത്തിന്റെ പാദപീഠത്തിലിരിക്കുന്ന ദൈവ പൈതലേ, ഞാൻ നിങ്ങൾ ഭാരപ്പെടാൻ ആവശ്യമില്ല കേട്ടോ. അവന്റെ വിശേഷപ്പെട്ടതിന്റെ ഓട്ടത്തെ താറുമാറാക്കുവാൻ എന്റെ ദൈവത്തിന്റെ ഒരു നോട്ടം മതി. എന്റെ ദൈവത്തിന്റെ നോട്ടം മതി. ഇത് വിശ്വസിക്കുന്നുണ്ട്. എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു വാക്ക് കൽപ്പിച്ചാൽ അവൻ ശത്രു സൈന്യത്തെ നോക്കിയാൽ നാളുകളായി എതിരേണ്ടിരിക്കുന്ന, നാളുകളായി തകർത്തുകൊണ്ടിരിക്കുന്ന, നാളുകളായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ചില ഭഗവാനെ ശക്തികളുടെ പേരുള്ള ദൈവിക വിടുതൽ കൽപ്പിക്കുവാൻ കർത്താവിന്റെ ഒരു നോട്ടത്തിന് ഒരു വാക്കിന് മതിയെന്ന് ഇത് വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ, വിശ്വാസത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ശത്രുവിനെ പകർത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ചില വാർത്തകൾക്ക് വേണ്ടി, അവരുടെ ചില തലമുറകളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇത് വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധ ഇടപെടുക. നാം നോക്കുമ്പോൾ ഈ ജനം എന്ത് ചെയ്യുന്നു? ശത്രു വിശേഷപ്പെട്ടതുമായി വരുന്നത് കണ്ടിട്ട് ഇവർ ഭയവിഹ്വലരായി. നമ്മളും അതുപോലെ സ്തോത്രം. ശത്രുവിന്റെ വിശേഷപ്പെട്ട ആയുധങ്ങളെ കണ്ട് നാമും ഭയവിഹ്വലരായി തീരുന്ന സന്ദർഭങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, പുറകെ നോക്കി ശത്രുവിന്റെ ആയുധങ്ങളുടെ കണക്കെടുത്ത് അവന്റെ വിശേഷപ്പെട്ടതിന് അളവും തൂക്കവും നോക്കിയിരിക്കുവാനല്ല, നീ ദൈവത്തോടെ നിലവിളിക്കുക. നിനക്ക് ഉത്തരവായുള്ള ദൈവം, നിനക്ക് മറുപടി തരുന്ന ദൈവം, നിന്നോട് സംസാരിക്കുന്ന ദൈവം. പരിശുദ്ധാത്മാവ് വ്യക്തമായി ചില ജീവിതങ്ങളെ വിവേചിച്ച് പറയുന്നു. അവൻ പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നീ ദൈവവാദപീഠത്തിൽ ഇരിക്കാതെ മറ്റു പലരെയും പ്രാർത്ഥന വിഷയങ്ങൾ ഏൽപ്പിച്ച് ദൈവസ്ഥലത്തിൽ ഒഴിഞ്ഞു മാറുന്ന അനുഭവത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിയെ, പ്രിയപ്പെട്ട മാതാവ്, ദൈവത്തിന്റെ ആത്മാവ് ഈ പകൽ ദൂത് പറയുക. നിന്നെ ദൈവം കാണുവാൻ ആഗ്രഹിക്കുക. പ്രതികൂലത്തിന് നടുവിൽ നിന്നെ വ്യക്തിപരമായി ദൈവം മുറിക്കകത്ത് കാണുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവപാദപീഠത്തിലേക്ക് ഇരിക്കുവാൻ, ദൈവപാദപീഠത്തിലേക്ക് സമയങ്ങളെ വേർതിരിച്ചിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൂതമായിട്ട് പറയുക. അതിന്റെ മുൻപിൽ എങ്ങനെ ചെയ്യണമെന്ന്, എങ്ങനെ മുൻപോട്ട് പോകണമെന്ന്, എങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് വ്യക്തമായി ദൈവാത്മാവ് ആലോചന അറിയിച്ചു തരുന്നത്. എന്നാൽ ദൈവപാദപീഠത്തിൽ ഇരിക്കുക, സമയങ്ങളെ വേർതിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ചിലത് ഇടപെടുവാനായിട്ട് ഇടയായി തീരും. നമുക്കതിന് സമയമില്ലല്ലോ. സ്തോത്രം. നമുക്കതിന് താല്പര്യവുമില്ല, നമുക്കതിനുള്ള മനസ്സില്ല, നമുക്കതിനുള്ള ക്ഷമയില്ല. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. നാം 25-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ യഹോവയ്ക്കായി കാത്തിരിക്കുന്നത് നല്ലത്. രാത്രിയിൽ നാം കിടന്നുറങ്ങുമ്പോൾ നമുക്കറിയാം 6-7 മണിക്കൂറിൽ കഴിയുമ്പോൾ പ്രഭാതമാകും.
Praise the Lord. ഒരു ടൈം ഉണ്ട്. പക്ഷേ എന്താ പറയുന്നത്, ദൈവത്തിന്റെ സന്നിധിയിലുള്ള മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അതൊരു ടൈം പീരീഡ് ഇല്ല. ദൈവം എപ്പോൾ നമുക്ക് മറുപടി തരുന്നുവോ, ദൈവം നമുക്ക് എപ്പോൾ ഉത്തരം അരുളുന്നുവോ, കർത്താവ് എപ്പോൾ നമ്മുടെ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നുവോ, അതുവരെയും ഞാൻ നിങ്ങളും ദൈവവാദപടത്തിലായിരിക്കുവാനാ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ അതിന് മുമ്പ് വഴുതി പോകുന്ന സ്വഭാവമുള്ളവരാ. ഹല്ലേലൂയ. എന്നാൽ ദൈവവചനത്തിൽ കൂടി പറയുന്നു, കർത്താവിന്റെ പാദപീഠത്തിൽ ദൈവശബ്ദത്തിനായി കാതോർക്കുക, ദൈവശബ്ദത്തിനായി ഇരിക്കുക. പരിശുദ്ധാത്മാവ് വ്യക്തമായി ചില അവൻ ജീവിതങ്ങളോട് സംസാരിക്കും. അവൻ ഈ സൂമിൽ സംബന്ധിക്കുന്ന എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് പിന്നെ എന്നോട് പറയാൻ പറയുന്നു, കർത്താവിന് വ്യക്തിപരമായി നിങ്ങളോട് ചിലത് പറയാനുണ്ട്, കർത്താവിന് വ്യക്തിപരമായി ചിലത് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, ദൈവ ശബ്ദം കേൾപ്പിക്കാനുണ്ട്, ദൈവത്തിന്റെ ആലോചന പറയാനുണ്ട്. ദൈവ പാദപീഠത്തിൽ ഇരിക്കുമ്പോ കർത്താവ് നിങ്ങളോട് സംസാരിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്റി പറഞ്ഞല്ലോ, ആമേൻ സ്തോത്രം, മാരകമായ അസുഖത്തിൽ നിന്നും കർത്താവ് എനിക്ക് ആമേൻ സൗഖ്യം നൽകിയതാ. ആമേൻ സ്തോത്രം. 2019 എനിക്ക് ക്യാൻസർ പോസിറ്റീവ് എന്ന് ആമേൻ ഡയഗ്നോസ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. 2020 ആമേൻ സ്തോത്രം ഞാൻ ഒരു പ്രാവശ്യം സാക്ഷ്യം ആമേൻ അത് പറഞ്ഞിട്ടുള്ള ഇനി ആരെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ ഈ സന്ദർഭവുമായി ബന്ധപ്പെട്ട് ആമേൻ 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് തുടർന്ന് ദൈവജനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ അത് പറയാനായിട്ട് പ്രേരണ തന്നതുകൊണ്ട് മാത്രം. ഹല്ലേലൂയ. 2020 എന്റെ സർജറി കഴിഞ്ഞ് എനിക്ക് ഹൈഡോസ് കീമോ ചെയ്യുമ്പോൾ 2020 ഓഗസ്റ്റ് മാസത്തിൽ എനിക്ക് അതിശക്തമായിട്ട് പനിയുണ്ടായി. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആ പനി ഉണ്ടായ സമയത്ത് ആമേൻ ചില 2-3 ദിവസങ്ങളായിട്ട് എനിക്ക് പനിയുണ്ടെങ്കിലും വളരെ പ്രയാസങ്ങൾ ശരീരത്തിൽ ഞാൻ നേരിടുവാനിടയായി തീർന്നു. ബോഡി പെയിനാൽ വളരെ സിവിയർ ആയിട്ടുള്ള അസ്വസ്ഥതകളാൽ ഞാൻ ഭാരപ്പെട്ടു. ആമേൻ ഒരു ദിവസം സന്ധ്യയെങ്കിൽ ഞാൻ ഡോക്ടറെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് വളരെ പനിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ നാളെ രാവിലെ വന്ന് നിന്റെ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. 2-3 ദിവസമായി എനിക്ക് ആമേൻ കീമോയുടെ പ്രയാസങ്ങൾ ശരീരത്തിലുണ്ട്. ബെഡിൽ നിന്ന് എനിക്ക് എഴുന്നേൽക്കണമെങ്കിൽ പരസഹായം വേണം. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും കഴിയത്തില്ല. പരസഹായം കൂടാതെ എന്റെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തത്രത്തോളം കീമോതെറാപ്പിയുടെ സൈഡ് എഫക്ട് നിമിത്തം ഞാൻ ക്ഷീണിതയായിരുന്നു. എന്നാൽ ആ സന്ദർഭത്തിൽ കോവിഡ് ഉണ്ടെന്നൊന്നും ഡോക്ടർ എന്നോട് പറഞ്ഞില്ല. പക്ഷെ കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്നുള്ള ആ ഡോക്ടറുടെ വർത്തമാനത്തിൽ ഞാൻ ആകെ തകർന്നു പോകുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. എന്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരുടെ ദാസനോട് പിതാവിനോടും ഒക്കെ ഞാൻ പറഞ്ഞു, ഇങ്ങനെയാണ് ഡോക്ടർ എന്നോട് പറഞ്ഞതെന്ന്. ആമേൻ സ്തോത്രം. നാം അപ്പോൾ ഒക്കെ ന്യൂസ് വെക്കുമ്പോൾ മലയാളത്തിലുള്ള അന്ന് ഞങ്ങൾ ബോംബെയിലായിരുന്നു ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ആമേൻ ആ സമയങ്ങളിൽ ഹല്ലേലൂയ ന്യൂസ് വെക്കുമ്പോൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ്? അർബുദ രോഗികളെല്ലാം എന്ത് ചെയ്യുകയാണ്? കോവിഡ് വന്ന് മരിച്ചു. അർബുദ രോഗികളെല്ലാം കോവിഡിന്റെ പ്രയാസത്തിൽ ആയിരിക്കുന്നു. ഹല്ലേലൂയ എന്ന് ഉള്ള വാർത്തകൾ നമ്മൾ ഇങ്ങനെ കേൾക്കുകയാണ്. ആമേൻ സ്തോത്രം. ഞാൻ ചിന്തിച്ചു, ദൈവമേ, ഇത്രത്തോളം ശരീരത്തിൽ ക്ഷീണിതയായിരിക്കുന്ന ഞാന് ഈ ഒരു പകർച്ചവ്യാധിയും കൂടെ പിടിച്ചാൽ എന്റെ അവസ്ഥ എന്തായി തീരും? ആമേൻ ഞാൻ ഇനി സർവൈവ് ചെയ്ത് ഇതിൽ നിന്ന് പുറത്തു വരുമോ എന്നുള്ള വളരെ ആകുലതയോടെ ആമേൻ ഒരു സന്ധ്യ 6 മണിയായി ഞാൻ ബെഡിൽ ഇങ്ങനെ വളരെ ഭാരത്തിൽ, ഹൃദയത്തിൽ വളരെ ഭാരവും ശരീരത്തിൽ അതിനപ്പുറം ക്ഷീണവുമായി ഞാൻ ബെഡിൽ ഇങ്ങനെ വിശ്രമിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം. ആരോട് പറയാനാ? കർത്താവിന്റെ ദാസനോടോ എന്റെ പ്രിയപ്പെട്ടവരോടൊക്കെ പറയുമ്പോൾ അവർക്ക് ഭാരം കൂടുകയുള്ളൂ, ഒരിക്കലും അവരുടെ ഭാരം കുറയുകയില്ല. അവരെല്ലാവരും ഈ വിഷയത്തിൽ ഭാരം ആമേൻ ഉള്ളതാണ്. എങ്കിലും ആമേൻ സ്തോത്രം ഞാൻ ഇങ്ങനെ ദൈവത്തിന് ഹൃദയം തകർന്ന് ഹൃദയത്തിന്റെ ആഴത്തിൽ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ എന്നോട് സംസാരിക്കണം, നീ എന്നോട് ഇടപെടണം. ഈ പ്രതിസന്ധിയിൽ ഞാൻ തകർന്നു പോകുമോ? ഈ പ്രതിസന്ധിയെ പൊക്കിക്കളയുമോ? ഈ കോവിഡിന്റെ പ്രയാസത്തിൽ ഞാൻ ക്ഷീണിതയായി തീരുമോ എന്നൊക്കെ ഞാൻ ദൈവത്തോട് നിലവിളിച്ച് ഹൃദയത്തിൽ ഭാരത്തോടും സ്തോത്രം കണ്ണിൽ നിന്നും ധാരധാരിയായി കണ്ണുനീരൊഴുകി ഞാൻ ആ ബെഡിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച വചനഭാഗമാണ് 18-ാം സങ്കീർത്തനം. സ്തോത്രം. 18-ാം സങ്കീർത്തനം മാത്രം ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്നു. എനിക്കതിന്റെ വാക്യങ്ങളൊക്കെ കാണാപ്പാടമാണ്. ആദ്യത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ ആ വാക്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ച് ഉരുവിട്ടുകൊണ്ട് കിടക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 16-17 വാക്യങ്ങൾ എത്തിയപ്പോഴേക്കും ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് എന്നോട് സംസാരിച്ചു. അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിലും എന്നെ പകച്ചവരുടെ പക്കലിലും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. സ്തോത്രം. ഈ 2 വാക്യങ്ങൾ എത്തിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തെ വളരെ ധൈര്യപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. എന്നോട് കർത്താവ് പറഞ്ഞു, ആമേൻ സ്തോത്രം, ആമേൻ ദൈവത്തിന്റെ കരത്തിൽ നീ സുരക്ഷിതയാ. ഹല്ലേലൂയ. പെരുവെള്ളത്തിന് സമാനമായ സാഹചര്യം. ആമേൻ ഇരിച്ചു ശക്തിയുടെ വലിയ ശത്രുവിന്റെ സ്തോത്രം വായിക്കകത്തിരിക്കുന്ന അനുഭവം. പക്ഷേ ആമേൻ സ്തോത്രം അവര് നിന്നെ കീഴ്പ്പെടുത്തുവാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്റെ കരത്തിൽ നീ സുരക്ഷിതയാണെന്ന് അസന്ധ്യയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആമേൻ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി. എന്റെ റിപ്പോർട്ട് പോസിറ്റീവ് ആയിട്ടാണ് വന്നത്. ഞാൻ 20 ദിവസം ഹൈ ഫീവറിനാൽ ഞാൻ ഭാരപ്പെട്ടു. തുടർന്നുള്ള ചില ദിവസങ്ങൾ ഞാൻ വളരെ ശാരീരിക ക്ലേശ
ക്ലേശങ്ങൾ കൂടി കടന്നുപോയി, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഇതെല്ലാം അതിനിടയിൽ സംഭവിച്ചുവെങ്കിലും കർത്താവ് എന്നോട് സംസാരിച്ച ആ സന്ധ്യയിലെ വചനം അവൻ എന്റെ ഉള്ളിൽ ബലമായി തീർന്നു. ആ സന്ധ്യയിൽ ദൈവമായിരിക്കുന്ന വചനത്തിന്റെ ശക്തി എന്റെ ഉള്ളിൽ അവൻ ധൈര്യമായി തീരുമാനിടയായി തീർന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആരും നമ്മോട് കൂടെയില്ലെങ്കിലും, ആരും നമ്മെ സഹായിക്കാനില്ലെങ്കിലും, അല്ല ആർക്കും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോഴും ദൈവത്തോടൊന്ന് ചോദിക്കാമോ? ദൈവത്തോടൊന്ന് സംസാരിക്കാമോ? ദൈവത്തിന്റെ സന്നിധിയിൽ സമയങ്ങളെ ചെലവഴിക്കാമോ? ദൈവത്തിന്റെ സന്നിധിയിൽ പറയാമോ? അവൻ നിനക്ക് ഉത്തരമരുളുന്ന ദൈവമാ. ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്നോ നമുക്ക് ഉത്തരമരുളുന്ന ദൈവം. ആരും നമുക്ക് ഉത്തരമരുളാതിരിക്കുമ്പോൾ, ആർക്കും നമുക്ക് ഉത്തരമരുളാൻ കഴിയാതിരിക്കുമ്പോൾ നമുക്ക് ഉത്തരമരുളുന്ന ദൈവത്തെയോ ഇന്ന് മകൾ ഞാൻ നിങ്ങളെ സേവിക്കുന്നത്. എത്ര ദൈവജനമാ വചനത്തിന്റെ ആഴങ്ങളിൽ വിശ്വസിച്ചത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഈ വചനം കർത്താവിനോട് സംസാരിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വളരെ സങ്കടമായ സാഹചര്യങ്ങൾ. 20ാമത്തെ ദിവസവും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ആമേൻ, 20 ദിവസമായി ഞാൻ ഹൈ ഫീവറിനാൽ ഞാൻ ഭാരപ്പെടുകയാ. ആമേൻ, വലിയ രോഗത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടിൽ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാ. നീ എന്നെ സഹായിക്കണം. നിന്റെ വചനത്തിന്റെ ശക്തി ഈ സന്ധ്യയിൽ പകരണമെന്ന് ഞാൻ 20ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ കിടക്കി. ആരും ആശ്രയമില്ലാത്തടത്ത്, ആരും തുണയില്ലാത്തടത്ത് ഞാൻ ദൈവത്തോട് നിലവിളിച്ചത്. പ്രിയപ്പെട്ടവരെ, ആമേൻ, സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ജനത്തോട് പറയട്ടെ, 20ാമത്തെ ദിവസം സന്ധ്യയെങ്കിൽ 7 മണി കഴിഞ്ഞ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി കർത്താവിന്റെ ശരീരത്തിൽ അയച്ച് ആ കോവിഡ് എന്നുള്ള ആ മാരകമായിട്ടുള്ള പകർച്ചവ്യാധിയിൽ നിന്നും അത്ഭുതകരമായി കർത്താവേക്ക് സൗഖ്യം നൽകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. 20ാമത്തെ ദിവസം സന്ധ്യ വരെ ഹൈ ഫീവർ ആയിട്ടിരുന്നു എനിക്ക്. 21ാമത്തെ ദിവസം ഫസ്റ്റ് ടൈമില് ഹോസ്പിറ്റലിൽ കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവായി തീരുവാൻ ദൈവം സഹായിച്ചു. ആമേൻ. ദൈവത്തിന്റെ സൗഖ്യം എത്ര വലുതാ പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ വിടുതൽ എത്ര വലുതാ പ്രിയപ്പെട്ടവരെ. ദൈവം നമുക്ക് വേണ്ടി വലുത് ചെയ്യും. നാം ദൈവത്തോട് അടുക്കണം. നാം കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം. ദൈവത്തിൽ നിന്ന് ഉത്തരത്തിനായി യാചിക്കണം. നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് നോക്കണം. ഹല്ലേലൂയ. നാം യിരെമ്യാ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്. പലരും പറയും, ആമേൻ, സ്തോത്രം, നമ്മുടെ ടെലിഫോൺ നമ്പർ ആണ് എന്ത്, യിരെമ്യാ 33:3, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം. നമുക്കെല്ലാം ബൈഹാട്ടാ. പക്ഷേ അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? സ്തോത്രം. പ്രതിസന്ധി വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കുകയാണോ? അതോ നാം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുകയാണോ? എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ പ്രതിസന്ധികൾക്കും, ഇടിമുഴക്കത്തിന് സമാനമായ ജീവിത സാഹചര്യങ്ങൾക്കും കർത്താവിന്റെ പക്കൽ നിന്നും ഉത്തരമുണ്ടെന്ന് ഇന്ന് പകൽ ഈ വചനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നത്. പക്ഷേ നാം അതിനുവേണ്ടി ഇരിക്കുന്നുണ്ടോ? നാം അതിനുവേണ്ടി ദൈവസന്നിധിയിൽ സമയങ്ങൾ ചെലവഴിക്കുന്നുണ്ടോ? കർത്താവ് നമുക്ക് ചിലത് നൽകി തരുവാനായിട്ട് ഇടയായി തീരും. ഇസ്രായേൽ ജനത്തിന്മേൽ ദൈവം വലിയൊരു വിടുതൽ ചെയ്തു. നിലവിളിച്ച മോശയോട് ദൈവം മറുപടി നൽകി. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് നാം അവൻ വേഗത്തിൽ കടന്നു വന്നാട്ടെ. അവന്റെ സമയം വളരെ മുൻപോട്ട് പോകുന്നല്ലോ. വളരെ വളരെ സുപരിചിതമായ വേദഭാഗം 27ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 27ാം അധ്യായം. ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള പാസേജസ് ആണ് നാം ഇന്ന് പകൽ ദൈവസന്നിധിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. പൗലോസും കൂട്ടരും എന്ത് ചെയ്യുകയാണ്? യാത്ര പോകുക, റോമിലേക്കുള്ള യാത്ര. യാത്രയുടെ വിവരണങ്ങൾ നമുക്കറിയാം. അനേക ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അനേക ദൈവദാസിമാർ ഈ സൂമിൽ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളൊക്കെയും ശുശ്രൂഷിച്ചിട്ടുള്ള, വചനം കേട്ടിട്ടുള്ള, വചനം പറഞ്ഞിട്ടുള്ള ഭാഗം തന്നെയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 27ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അതിന്റെ ആമേൻ, സ്തോത്രം. 27ാം അധ്യായം 20ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടും ഇരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും എന്ത് ചെയ്യുന്നു? അറ്റുപോയി. ഹല്ലേലൂയ. സ്തോത്രം. ഈ ജനത്തിന് എന്താ സംഭവിക്കുന്നത്? രക്ഷപ്പെടുമെന്നുള്ള ആശ അറ്റുപോയി. പൗലോസ് ദൂത് പറഞ്ഞതാ. എന്താ പൗലോസ് ദൂത് പറഞ്ഞത്? നിങ്ങൾ പോവരുത്. ഈ യാത്രയിൽ വലിയ കഷ്ടങ്ങളും നഷ്ടങ്ങളും സാധനങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്ക് പോലും ഹാനി വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നെ കാണിക്കുന്നു എന്ന് അതിന്റെ 10ാം വാക്യത്തിൽ ദൂത് പറഞ്ഞതാ പൗലോസ്. പക്ഷെ അവരെന്ത് ചെയ്തില്ല? അവർ പൗലോസിന്റെ വാക്കിനെ വിശ്വസിച്ചില്ല. വാക്കിനെ വിശ്വസിക്കാവുന്ന നിമിത്തം ആമേൻ ആദ്യം എന്ത് ചെയ്യുകയാണ്? വളരെ തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ, അതിന്റെ 13ാം വാക്യം കണ്ടു, തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചുവെന്ന് തോന്നി അവരൊരു നങ്കൂരമെടുത്ത് ക്രേത്ത ദ്വീപിന്റെ മറവെച്ച് ഓടി. ഹല്ലേലൂയ. സ്തോത്രം. എന്താ പറഞ്ഞത്? പൗലോസ് ചുമ്മാ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ അപ്പോഴത്തെ അവർക്ക് സിറ്റുവേഷനും ഫേവർ ആയിരുന്നു.
എന്താ? തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാ. പക്ഷേ പെട്ടെന്ന് എന്ത് സംഭവിക്കുക? കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. തെക്കൻ കാറ്റിന്റെ മന്ദഗതിയിലുള്ള ഊതല് കണ്ടിട്ട്, അതിന്റെ ആ ഗതി കണ്ടിട്ട് ഇവരുടെ കാര്യം സാധിച്ചുവെന്ന് ഇവർ ചിന്തിച്ചപ്പോൾ നോക്കുക, ഈശാന മൂലനാകുന്ന കൊടുങ്കാറ്റ് ഇവർക്ക് പ്രതികൂലമായി ബാധിക്കുകയും എന്ത് ചെയ്യണമെന്നറിയുവാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ ഇവർ വളരെ പ്രയാസപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ സ്തോത്രം, അത് കാറ്റിന് നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം ഞങ്ങൾ കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. സ്തോത്രം. അതിന്റെ 16-ാം വാക്യം കണ്ടോ? പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റി. പിന്നെ എന്ത് ചെയ്തു? അതിന്റെ 17-ാം വാക്യത്തിൽ പിന്നെ മണത്തിട്ടമേൽ അകപ്പെടുമെന്ന് പേടിച്ച് പായിറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിൽ അത്യന്ത മലയിക കൊണ്ട് പിറ്റേന്ന് ചരക്ക് പുറത്തു കളഞ്ഞു. അപ്പൊ കുറച്ചൊന്നുമല്ല ഈ കൂട്ടര് മൊത്തം ആ കപ്പലിൽ കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചത്. ചെറിയ രീതിയിൽ അവരുടെ മാനുഷികമായിട്ടുള്ള സകല പ്രയത്നങ്ങൾ കൊണ്ടും അതിനെ നിർത്തൽ ചെയ്യുവാൻ, ഈ കപ്പലിന്റെ ഗതിയെ കൺട്രോളിലാക്കുവാനായിട്ട് ഇവര് ശ്രമിച്ചെങ്കിലും എന്ത് പറ്റിയില്ല, ഇവർക്കതിന് സാഹചര്യം ഒത്തില്ല. 20-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും മുഴുവൻ ജനത്തിനും അറ്റുപോയി. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ അതിനകത്ത് ദൈവത്തിന്റെ ആലോചനയുള്ളവരുണ്ടായിരുന്നു. അതിനകത്ത് ദൈവത്തിന്റെ അരുളപ്പാടുള്ളവരുണ്ടായിരുന്നു. നോക്കിയേ, അവർ വളരെ പട്ടിണി കിടന്ന ശേഷം, സ്തോത്രം, ഇനി കഴിക്കാനുണ്ടെങ്കിൽ പോലും ഇവർക്ക് എന്തില്ല? കഴിക്കാനുള്ള മനസ്സില്ല. കാരണം ജീവിതം വളരെ പ്രതിസന്ധിയിലാണ്. കപ്പൽ ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കാത്തത് കൊണ്ട് ഇവർ വളരെ പ്രതിസന്ധിയിൽ മുൻപോട്ട് പൊക്കൊണ്ടിരിക്കുക. പക്ഷേ ദൈവത്തിന്റെ ആലോചനയുള്ള പൗലോസ് എന്താ പറയുന്നത്? ആമേൻ, ഹല്ലേലൂയ. 22-ാം വാക്യം കണ്ടു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിലല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന് ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. രക്ഷപ്പെടുമെന്നുള്ള ആശ ആ കപ്പലുണ്ടായിരുന്ന 270 ചില്ലുവാരം ആൾക്കാർക്കെല്ലാം നശിച്ചു. പക്ഷേ പൗലോസിന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വരികയാ. ചുറ്റുമുള്ള ജനം രക്ഷപ്പെടത്തില്ല എന്ന് ചിന്തിക്കുമ്പോൾ ചുറ്റുമുള്ള ജനം സ്തോത്രം, മരണത്തെ പ്രതീക്ഷിച്ച് പട്ടിണി കിടന്നു വളരെ പ്രതികൂലത്തിൽ കൂടി അവർ കടന്നു പോകുമ്പോൾ ഇതാ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ ഒരുവനുണ്ടാകുകയാ. ഇന്ന് മകൾ പരിശുദ്ധാത്മാവ് പറയുന്നു, പൗലോസ് എന്താ ധൈര്യത്തോട് പറയുന്നറിയാമോ? എന്റെ ഉടയവൻ എന്ന് പറഞ്ഞാൽ എന്റെ ജീവന് ഹാനി വരണമെങ്കിൽ എന്റെ ഉടയവൻ തീരുമാനിക്കണം. എന്റെ ഉടയവൻ തീരുമാനിക്കണം. ഇന്ന് മകൾ വചനം കേൾക്കുന്ന എത്ര ദൈവജനത്തിന് ആ ഒരു ഉറപ്പുണ്ട്? സ്തോത്ര, പ്രാണനെ തകർത്ത് കളയുവാൻ പൈശാചിക ശക്തികൾ പലവിധമായ തന്ത്രങ്ങൾ മെനയുമ്പോൾ ഈശാന മൂലനാകുന്ന കൊടുങ്കാറ്റ് കപ്പലിന് നേരെ ആഞ്ഞടിച്ച് പ്രാണനെ തകർത്ത് കളയുവാൻ ശ്രമിക്കുമ്പോൾ പൗലോസ് പറയുക, എന്റെ ഉടയവൻ ഈ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രാണനോട് പോരാടുന്ന ചില അന്ധകാര പൈശാചിക മണ്ഡലങ്ങളെ നോക്കി ആത്മാവിൽ പറയുവാൻ തയ്യാറാകുമോ? സഹോദരനെ, പിശാചേ, നീയല്ല എന്റെ ഉടയവൻ. നിന്റെ കയ്യിലല്ല എന്റെ പ്രാണനിരിക്കുന്നത്. നിന്റെ പദ്ധതിക്ക് അനുസരിച്ചല്ല എന്റെ പ്രാണന്റെ സ്തോത്രം ഗതിയിരിക്കുന്നത്. എന്റെ ഉടയവന്റെ കയ്യില എന്റെ പ്രാണന്റെ ഗതിയെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ? ജീവനോട് പോരാടുന്ന ചില അന്ധകാര പോരുകൾ ഈ മകൾ സ്വർഗത്തെ ഭൂമിക്കോ നാരായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ പൈശാചിക വ്യാപനങ്ങളെ ഞങ്ങൾ ജയകൽപ്പിക്കുക. ദൈവമൈതലേ, സഹോദരിയെ സംഘത്തെ കൈവച്ച് പറ, എന്റെ ഉടയവൻ അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. എന്റെ ഉടയവൻ പറയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. എന്റെ ഉടയവൻ അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. പിശാചിരിക്കുന്ന തന്ത്രങ്ങളും അവന്റെ കെണികളും അവന്റെ ആയുധങ്ങളും എത്രമാത്രം ആഴത്തിലുള്ളതാണെങ്കിലും സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുന്നു, അതിനെ കണ്ട് ഭയപ്പെടുവാനല്ല. ദൈവത്തിന്റെ പൈതലെ, ദൈവവാദത്തിൽ ഇരുന്നാൽ നിനക്ക് നിന്റെ പ്രാണനോട് പോരാടുന്ന അന്ധകാര ജയിലിനാൽ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. പൗലോസ് എന്താ പറഞ്ഞേ? എന്റെ ഉടയവൻ, എന്റെ ഉടയവൻ. എന്റെ മകൾ നെഞ്ചത്ത് കൈവച്ച് പറയാം, എന്റെ ഉടയവൻ അറിയാതെ, എന്റെ ഉടയവൻ അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. കൂടെയുള്ള ജനം മുഴുവൻ ഭയഭീകരായിട്ട് അവർ ഭക്ഷണം പോലും കഴിക്കാതെ പട്ടിണി കിടക്കുമ്പോൾ ഇതാ ദൈവത്തിന്റെ അരുളപ്പാടുള്ളവർ പറയുക, എന്റെ ഉടയവൻ. അടുത്തെന്താ പറയുക? ഞാൻ സേവിച്ചു നിൽക്കുന്നവൻ.
സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. വാക്കുകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. ആമേൻ. നമുക്ക് ഉറപ്പ് വേണം നമ്മൾ ആരെയാ സേവിക്കുന്നതെന്ന്. ഹല്ലേലൂയ. നമുക്കൊരു പ്രാഗൽഭ്യം വേണം ദൈവമേ. നമ്മൾ ആരെയാ സേവിക്കുന്നത്, നമ്മൾ ആരുടെ മക്കളാണ്, ആമേൻ സ്തോത്രം, നമ്മൾ ആരുടെ വേലയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഞായറാഴ്ച ആയതുകൊണ്ട് ആരാധനയ്ക്ക് പോയില്ലേ, ഇനി പാസ്റ്റർ എന്തോ ചോദിക്കും, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയില്ലേ, പാസ്റ്റർ എന്തോ ചോദിക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആത്മീയ കൂട്ടായ്മകളിൽ പോയില്ലെങ്കിൽ ആമേൻ വിശ്വാസികൾ എന്തോ ചോദിക്കും എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ ബോധിപ്പിക്കാനല്ല എന്റെയും നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്താ അതിന്റെ അർത്ഥം? എന്തെല്ലാം ശോധനയാണെങ്കിലും, എന്തെല്ലാം വേദനയാണെങ്കിലും, എന്തെല്ലാം പ്രതികൂലമാണെങ്കിലും, അല്ല എന്തെല്ലാം നന്മയാണെങ്കിലും അതിന്റെ പിന്നിൽ എന്റെ ദൈവമാണ് ഉള്ളത് എന്നുള്ള ആഴത്തിലുള്ള ചിന്ത, ആഴത്തിലുള്ള ബോധ്യം, ആഴത്തിലുള്ള തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും ഉണ്ടോ? സ്തോത്രം. പലരെയും നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഹല്ലേലൂയ. അനേക ദൈവമക്കളെ കാണുന്നുണ്ട്. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ ആടി ഉലഞ്ഞു പോവുകയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ കർത്താവിന്റെ വേലയിലാണല്ലോ. സ്തോത്രം. വലിയ പ്രതിസന്ധികൾ, ആമേൻ, ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പലരും ഞങ്ങൾ പറയൂ, പാസ്റ്ററേ ആമേൻ സ്തോത്രം, എന്തുവായത്, എത്ര പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതലില്ല, എന്തുവായത്, ഇതിന്മേൽ ഒരു മറുപടി ഇല്ല, ഇതിന്മേൽ ഒരു ആമേൻ ഒരു ഉദ്ധാരണമില്ല, ഇതിന്മേൽ ഒരു നീക്കുപോക്കില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. ശരിയായിരിക്കാം. ഒരുപക്ഷെ നാളുകളായി അവൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി കാണാത്ത വിഷയമായിരിക്കുമ്പോൾ നാം ചിന്തിക്കണം, അതിന്റെ സമയത്തിനകത്ത് ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട്. ഒന്നുകിൽ എന്നെയും നിങ്ങളെ രൂപപ്പെടുത്താൻ, എന്നെ ചിലത് പഠിപ്പിക്കുവാൻ. മറുപടി താമസിക്കും നിങ്ങൾ വിചാരിക്കുക, നമ്മെ ക്ഷമ പഠിപ്പിക്കുവാൻ, നമ്മെ അതിനകത്തൂടെ കടത്തിവിടുമ്പോൾ നമ്മെ ക്ഷമ പഠിപ്പിക്കുവാൻ, നമ്മെ ചിലത് മനസ്സിലാക്കിക്കുവാൻ, അവൻ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ആഴം ഞാൻ നിങ്ങൾ തിരിച്ചറിയുവാനൊക്കെയാ ദൈവം മറുപടി താമസിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടല്ല, അവന് നമുക്ക് ഉത്തരമുള്ളവർ കഴിയാഞ്ഞിട്ടല്ല. പക്ഷേ പ്രത്യേകത അതിനകത്തുകൂടി നമ്മിൽ ചിലത് നടക്കണം. പ്രാർത്ഥിക്കുന്ന എന്നിലും നിന്നും ചിലത് നടക്കണം. പ്രാർത്ഥിക്കുന്ന എന്റെ ജീവിതത്തിലും നിന്റെ ജീവിതത്തിലും ചില വ്യതിയാനങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് കർത്താവ് മറുപടി താമസിപ്പിക്കുന്നത്. നമുക്ക് പിന്നെ പ്രാർത്ഥനയിലോ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒന്നുമില്ല, അതുകൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നില്ല, ഇനി ഞാൻ ആ വിഷയത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നില്ല. അല്ല കേട്ടോ, അല്ല. നീ ദൈവവാദപടത്തിൽ ഇരിക്കുക. ഇന്നലെ രാത്രിയിൽ ആമേൻ സ്തോത്രം, ഞങ്ങളുടെ ചർച്ചിൽ ഒരു പൈതലുമായി ഞങ്ങളിങ്ങനെ സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോവുകയാണ്. ആമേൻ സ്തോത്രം. അവന്റെ ബോർഡിനകത്തൊരു ട്യൂമർ കണ്ടിട്ട് അത് ബയോപ്സിക്ക് വിട്ടിരിക്കുക. അവൻ വളരെ തകർന്ന് നിരാശനായി ഭാരമുള്ളവരായി തീരുമ്പോൾ ഞങ്ങൾ അവനെ വിസിറ്റ് ചെയ്യുവാനായിട്ട് ഇന്നലെ കടന്നു ചെന്നു. അവൻ പറഞ്ഞു, 17 വയസ്സ് മാത്രമേ ഉള്ളൂ പാസ്റ്റങ്ങളെ, ആൻജിയെ അവൻ എത്രയോ പ്രയാസമാണ് ഞാൻ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ചെറിയ പ്രായമുള്ള പലവിധമായ സർജറികൾക്കൊക്കെ വിധേയനായി തീർന്നതാണ്. അവൻ സ്തോത്രം. അവൻ പലവിധ പ്രയാസങ്ങൾ അനുഭവിച്ച് അവൻ ഫെഡപ്പായി. ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി അവൻ ദൈവമില്ല എന്നൊക്കെ ഞങ്ങളോട് അവൻ പറയുവാനിടയായി തീർന്നു. അവൻ സ്തോത്രം ഒരു ദൈവദാസന്റെ മകനാണ്. പക്ഷേ അവൻ പറയും, ഞാൻ ജനിച്ച സമയം മുതൽ ഈ പ്രതികൂല പ്രതിസന്ധി അനുഭവിച്ച് ഞാൻ ഫെഡപ്പായി എന്ന് പറഞ്ഞ് വളരെ തകർന്നിരിക്കുന്ന പൈതല്ലേ അവന് കർത്താവിന്റെ വചനത്തിൽ ആശ്വസിപ്പാൻ കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവൻ പറഞ്ഞു വന്നതല്ല, അതുപോലെ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ നാം ആയിരിക്കുമ്പോൾ കർത്താവിന്റെ മുഖം അന്വേഷിക്കാമോ? ഞാൻ പൈതലോട് ചോദിച്ചു, മോനെ നീ ദൈവത്തോട് ചോദിച്ചോ, ഈ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിച്ചു? അപ്പൊ അവൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, അവന്റെ ജീവിതത്തിൽ കുറെ ചേഞ്ചസ് വരുത്തണം. ഞാൻ ചോദിച്ചു, നിനക്ക് ചേഞ്ച് വന്നു? ഇല്ല. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് ഇത് വന്നില്ല? നീ എന്തുകൊണ്ട് അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഇരുന്നില്ല? ഇരുമകൾ എന്നെ കേൾക്കും ദൈവമക്കളെ, പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുന്നത് നമ്മൾ ചില മാറ്റങ്ങൾ വരുത്താനാകുമ്പോൾ അതിനനുസരിച്ച് നമ്മെ തന്നെ രൂപപ്പെടുത്തി കൊടുത്തെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രക്രിയ, ദൈവത്തിന്റെ പ്രവൃത്തി യഥാർത്ഥമായി എന്നിലും നിങ്ങളിൽ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. പൗലോസ് എന്താ പറഞ്ഞത്? എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനായ ദൈവം. ആമേൻ. നമുക്ക് അങ്ങനെ ഒരു പ്രാഗൽഭ്യമുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടോ? എന്തെല്ലാം വന്നാലും, എന്തെല്ലാം ശോധനകൾ വന്നാലും, എന്തെല്ലാം വേദനയുടെ ആഴങ്ങൾ വന്നാലും കർത്താവാണ് എന്റെ കൂടെ, കർത്താവാണ് എന്റെ തുണ, കർത്താവ് എന്നോട് കൂടെയുണ്ട്. കൂടെയുള്ള ജനം മുഴുവൻ നിലവിളിക്കുക, ഇപ്പൊ തീരും, രക്ഷപ്പെടുമെന്ന് ആശ്വസിച്ചു. സൂര്യനെ കാണുന്നില്ല, നക്ഷത്രങ്ങളെ കാണുന്നില്ല, യാതൊന്നും കാണാൻ കഴിയാതെ സകലവും അസ്തമിച്ചുവല്ലോ. കൂടെയുള്ള 276 നിലവിളിക്കുക. എന്നാൽ ഈ ഒരുവൻ പറയുക, എന്റെ ഉടയവൻ ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം. ആമേൻ. ഈ പകൽക്കാലം ആമേൻ എനിക്ക് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? പ്രതികൂലങ്ങളുടെ നടുവിൽ എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. കഷ്ടങ്ങളുടെ നടുവിൽ എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ ഉടയവനായ കർത്താവിന്റെ സാന്നിധ്യമാ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നതെന്ന് ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ കഴിയണം. പൗലോസിന് ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. എന്താണ്? ഈ നിന്നോട് കൂടെ യാത്രയിൽ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയുക, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. സ്തോത്രം. പ്രതികൂലത്തിന് നടുവിൽ പൗലോസിന് ദൈവത്തിന്റെ ഉത്തരം. ആമേൻ. പ്രതികൂലത്തിന് നടുവിൽ പൗലോസിന് ദൈവത്തിന്റെ മറുപടി.
ഹല്ലേലൂയ. നോക്കണം. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ അതിന്റെ 41 വാക്യം, 27 അധ്യായത്തിൽ 41 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ആമേൻ സ്തോത്രം. നങ്കൂരമറുത്ത് കടലിൽ വിട്ട് ചുക്കാന്റെ കെട്ടുമഴിച്ച് പെരുമ്പായി കാറ്റുമുഖത്ത് കൊടുത്ത് കരയ്ക്ക് നേരെ ഓടി. കടൽ കൂടിയ ഒരു സ്ഥലത്തിന്മേൽ ചെന്ന് കയറുകയാൽ കപ്പൽ അണിയം ഉറച്ച് ഇളക്കമില്ലാതെ അമ്പരം തെരിയുടെ കേമത്താൽ ഉടഞ്ഞുപോയി. തടവുകാരിൽ ആരും നീന്തി ഓടിപ്പോകാതിരിക്കാൻ അവരെ കൊല്ലണമെന്ന് പടയാളികൾ ആലോചിച്ചു. ശതാധിപരോ പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് അവരുടെ താല്പര്യം തടുത്തു. സ്തോത്രം. നോക്ക്, ഈ കപ്പല് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് ഒരുവിധം എന്ത് ചെയ്തു? ഒരുവിധം ഇത് സോൾവ് ആയിട്ട് കരയ്ക്കെത്തി. പക്ഷെ എന്താ സംഭവിക്കുന്നത്? അവിടെ പിന്നെയും പ്രാണന് നേരെ പൗലോസിന്റെ പ്രാണനെ കൂടി ഒടുക്കി കളയുവാൻ പിന്നെയും ശത്രു തന്ത്രം തൊടുത്തു വിടുക. എന്താ വായിക്കുന്നത്? എന്താ പറയുന്നത്? തടവുകാരും നീന്തി പോവരുത്. സ്തോത്രം. അവരാരും നീന്തി രക്ഷപ്പെടരുത്. അതുകൊണ്ട് പടയാളികൾ വിചാരിച്ച് ഈ കപ്പലിൽ വെച്ച് തന്നെ ഇവരെ എന്ത് ചെയ്യണം? കൊന്നുകളയണം. പൗലോസും ബന്ധനസ്ഥനായി അവരിൽ ഒരു തടവുകാരനാണ്. ഹല്ലേലൂയ. തടവുകാരിൽ ഒരുവനാ പൗലോസും. ആമേൻ. പടയാളികൾ നടത്തിയിരുന്നുവെങ്കിൽ പൗലോസ് എന്ത് ചെയ്യുമായിരുന്നു? അവിടെ കൊല്ലപ്പെടുമായിരുന്നു. ആ കപ്പലിനകത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുമായിരുന്നു. പക്ഷേ ആമേൻ സ്തോത്രം, ദൈവം എന്താ പറഞ്ഞത്? 24 വാക്യത്തിൽ പറയുന്നുണ്ട്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. ഓ ഹല്ലേലൂയ. കാറ്റടിച്ച് കപ്പൽ ഇങ്ങനെ ഉലഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ ദൈവം പൗലോസിനോട് പറഞ്ഞത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കണമെന്ന്. ഇങ്ങനെ ഒരു ഗൂഢാലോചന അപ്പുറത്ത് വരുമെന്ന് പൗലോസ് അറിഞ്ഞില്ല. പക്ഷെ ആ ഗൂഢാലോചനയുടെ നടുവിലും എന്ത് ചെയ്യുക? ദൈവത്തിന്റെ പദ്ധതി ശതാധിപനിൽ കൂടി വെളിപ്പെടുക. ശതാധിപൻ എന്താ പറഞ്ഞത്? പൗലോസിനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചിട്ട് നോക്ക് ഞാൻ പറഞ്ഞില്ലേ, അവൻ ഉടയവൻ പൗലോസിന്റെ ജീവനെ, പൗലോസിന്റെ പ്രാണനെ തടുത്തു കളയുവാൻ പടയാളികൾ ശ്രമിക്കുകയാ. അവൻ കപ്പൽ ഛേദത്തിൽ അകപ്പെടുത്ത് സ്തോത്ര പ്രകൃതി ശക്തികൾ ശ്രമിക്കുകയാ. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി നോക്കിയേ. ദൈവത്തിന്റെ പദ്ധതികൾ ഒരുവരെ തകർത്തു കളയുവാൻ ഒരു ഗൂഢാലോചനയ്ക്കോ ഒരു പ്രകൃതി ശക്തികൾക്കോ ഒരു രാമത്തിനോ കഴിയുന്നില്ല. ശക്തി ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാ പൗലോസ് സൈന്യത്തോട് പറഞ്ഞത്, എന്റെ ഉടയവൻ. പടയാളിയെ നീ ഗൂഢാലോചന ചെയ്തു, പടയാളിയെ നീ തടവുകാരെ കൊല്ലുവാൻ കഴിച്ചോ, പക്ഷേ അതിന്റെ നടുവിൽ എന്റെ ജീവനോടെ പുറത്തു കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പദ്ധതി. നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു എന്നുള്ള ദൈവത്തിന്റെ ആലോചനയുടെ നിവൃത്തി വെളിപ്പെടണമെങ്കിൽ പൗലോസ് ആമേൻ ഗവൺമെന്റിന്റെ മുൻപിൽ നിൽക്കണം. പൗലോസ് റോമയിൽ എത്തണം. ഹല്ലേലൂയ. പക്ഷേ അതിനിടയ്ക്ക് വരുന്ന സകല തന്ത്രങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് ദൂരീകരിക്കുവാനിടയായി തീർന്നു. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഒരു പ്രാവശ്യമുള്ള വചനത്തിൽ കൂടി ഞാൻ പറയട്ടെ, നമ്മുടെ പ്രാണന്മേലുള്ള അധികാരം ദൈവത്തിന് മാത്രമാണ്. ശത്രുവിന്റെ തന്ത്രങ്ങളെ കണ്ടുകൊണ്ട് നാം ആകുലപ്പെടരുത്, നാം നിരാശപ്പെടരുത്. ദൈവത്തിന്റെ ദൂതൻ പ്രകൃതിയുടെ തിര വളരെ ശക്തമായി പൗലോസിനും കൂട്ടർക്കും പ്രതികൂലമായി നിന്നപ്പോൾ ദൈവത്തിന്റെ ഒരു ദൂതൻ ആ രാത്രിയിൽ കോപത്താൽ അലഞ്ഞുഴിഞ്ഞ ആ കടലിന് നടുവിൽ പൗലോസിന്റെ അടുത്ത് വരികയാ. ദൈവത്തിന്റെ ആത്മാവിന്റെ ചില ഇടപെടലിനായി ഇന്ന് പകൽ എത്ര ദൈവമക്കൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഇടിമുഴക്കത്തിന് മറവിൽ നമുക്ക് ഉത്തരമരുളുന്ന ദൈവം, നമ്മൾക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിന്റെ മറവിൽ നമുക്ക് ഉത്തരമരുളുന്ന ദൈവം, ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ആരും നിരാശപ്പെട്ടു പോകരുത് പ്രിയപ്പെട്ടവരെ, ആരും ഭാരപ്പെട്ടു പോകരുത് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഒരു ഉറപ്പുണ്ടാകണം, നമ്മൾ ആരെയാ സേവിക്കുന്നത്, നമ്മൾ ആരെ ആരാധിക്കുന്നത്? ആ ദൈവത്തിന്റെ ഹല്ലേലൂയ ആമേൻ കരത്തിൽ നമ്മുടെ ജീവൻ സുരക്ഷിതമാണ്. സ്തോത്രം. വചനത്തിൽ നാം വായിക്കുന്നുണ്ട്, നമ്മുടെ ജീവൻ എവിടെ കെട്ടിയിരിക്കുന്നതാ? ദൈവത്തിന്റെ ജീവഭാണ്ഡത്തിൽ കെട്ടിയിരിക്കുന്നതാ വചനത്തിൽ നാം വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെയും ആ വചനം എന്നോട് കർത്താവ് ഇടപെടുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവനെ തകർത്ത് കളയുവാൻ ഒരു ദുഷ്ടനും കഴിയത്തില്ല കേട്ടോ. ഒരു ദുഷ്ടനും കഴിയത്തില്ല. ആയുസിനോട് വെല്ലുവിളിക്കുന്ന അന്ധകാര പൈശാചിക മേഖലകളിൽ ആത്മാവിൽ എഴുന്നേറ്റ് അതിനെ ശാസിച്ച് അതിനെ ജയമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. നിന്റെ ജീവൻ ദൈവത്തിന്റെ ജീവഭാണ്ഡത്തിൽ കെട്ടിയിരിക്കുകയാ. നിന്റെ ഉടയവൻ ദൈവമാ. അതിനെ തകർക്കുവാൻ ഒന്നിനും കഴിയില്ല എന്നുള്ള വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ചില ജീവിതങ്ങളുടെ ഹൃദയത്തിൽ, അവരുടെ ജീവിതത്തിന്മേൽ, അവരുടെ പ്രാണന്മേൽ, അവരുടെ ആത്മാവിന്മേൽ കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയിൽ വെളിപ്പെട്ടു വരട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഉത്തരത്തിനായി യാചിക്കാമോ? കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയുടെ മറുപടിക്കായി സമയങ്ങൾ വേർതിരിക്കാമോ? കർത്താവ് നമുക്ക് ഉത്തരമരുളും. ഇടിമുഴക്കത്തിന് മറവിൽ ഉത്തരമരുളുന്ന കർത്താവിന്റെ സന്നിധിയിൽ പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ ആമേൻ കർത്താവിന്റെ മറുപടിക്കായി യാചിക്കുവാനുള്ള ആ ഒരു ആത്മധൈര്യം ഈ വചനത്തിൽ കൂടി ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തീയ മുൻപോട്ട് നയിക്കുവാൻ സർവശക്തി നമ്മെ സഹായിക്കട്ടെ എന്നുള്ള ആഹ്വാനത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ പ്രഭാതത്തിലെ വചന ധ്യാനത്തിൽ വാക്കുകൾ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച അവസരം നൽകിയ കർത്താവിന്റെ ദാസിയോട്, ദൈവസഭയോട് നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കും.